നോക്കണ്ട ഉണ്ണി, നമ്മുടെ ആക്ടർ സുരേഷ് കൃഷ്ണ ഇപ്പോൾ എയറിലാണ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നടത്തിയ ഡയലോഗ്, മോഹൻലാലിൻ്റെ കയ്യിൽ ആ തോക്കങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ പോലീസിനെ കൺവിൻസ് ചെയ്ത് ഞാൻ വക്കീലിനെ കൊണ്ടുവരാം എന്ന് പറയുന്ന ആ ഡയലോഗ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അത് നല്ല ഹൈലി എയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ള കാരണം ഈ സിനിമയാണ് വാഴ. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ ഒരു സീനുണ്ട്, ഹാഷിർ പഴംപൊരിയൊക്കെ കഴിച്ച് കാശ് കൊടുക്കാൻ ഇല്ല, അപ്പോൾ അവൻ ഓടിപ്പോവും. അവൻ ഒരു ചങ്ങാതിനെ അവിടെ വെച്ചിട്ട് ഇവന് ഓടിപ്പോവും. എന്നിട്ട് അവൻ പറയും, നീ ആ ചേച്ചീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും, ഞാൻ കാശ് കൊണ്ട് വരാം. പൊളിച്ച് ആ ഡയലോഗ് പൊളിച്ച്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ സിനിമ കണ്ട് എന്താ പറയുക, ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യും. പൊളിച്ച് അടിപൊളി, നല്ല അസൽ ഡയലോഗ് ക്യാമിയോ ആയിട്ടുണ്ട് ആ സിനിമയിൽ. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ സിനിമ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഒരു അഡൾട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആ സിനിമയുടെ പേര് പറയുന്ന പോലെ വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന പോലെ ഒട്ടുമിക്ക യെസ് ഇറ്റ് ഈസ് ട്രൂ ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ് എന്ന് മലയാളത്തിൽ പറഞ്ഞ ഒരു പരിധി വരെ സത്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എല്ലാവരും ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും എവിടെയൊക്കെയോ ഇങ്ങനത്തെ സ്റ്റുഡൻസ് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളും പോയിട്ടുണ്ടാവും. നോട്ട് ചെയ്ത ഒരു ഒറ്റ പോയിൻ്റ് മാത്രം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്, എല്ലാ കാര്യങ്ങളും ഒത്തിണക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും സ്ട്രെസ് ഔട്ട് ചെയ്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ യു ക്യാൻ ഇമാജിൻ 2.5 മണിക്കൂർ ദൈർഘ്യം, 2.5 മണിക്കൂർ സമയം അലോട്ട് ചെയ്ത് കൊടുത്ത് ഡയറക്ടറിന് എടുത്തിട്ട് ഒരു കഥ അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ആളുടെ മാക്സിമം കാനിബുദ്ധി ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. കൊള്ളാം. ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ്, കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കുട്ടികളാവുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള ബോയ്സിൻ്റെ ഉഴപ്പന്മാരും പഠിപ്പിച്ചിട്ടും ഒരൊറ്റ പഠിപ്പിച്ചതിൽ കാണിക്കുന്നുള്ളൂ. സോ അവർ രണ്ടുപേരും ജീവിതത്തിലുണ്ടാവുന്ന റിഫ്റ്റ്സ്, കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് കാരണം കുടുംബത്തിലുണ്ടാവുന്ന കോലാഹലങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെയാണ് സിനിമ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു സോഷ്യൽ മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. ക്ലൈമാക്സിനോടുകൂടി ചേർന്നിട്ടാണ് ജഗദീഷിൻ്റെ മകന് ഈ 2 റോൾ അവതരിപ്പിച്ച ആ 2 ക്യാരക്ടേഴ്സ്, ആ 2 പേരും തമ്മിലുണ്ടാകുന്ന ഒരു റിപ്സ് ഉണ്ട്. പഠിച്ച് വലുതായി നല്ല ജോലിയൊക്കെ കിട്ടി, പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനത് പറഞ്ഞ് സ്പോയിലേഴ്സ് ആക്കുന്നില്ല, പക്ഷെ അപ്പോഴും ഒരു ജെൻ്റൽ മെസ്സേജ് ജഗദീഷ് പറയുന്നുണ്ട്. ലൈക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് തനിക്ക്, അച്ഛനമ്മ എന്ന രീതിയിൽ തനിക്കുണ്ടായ തെറ്റ് ഏത് ഭാഗത്താണ് ഉണ്ടായെന്നുള്ളത് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് റിയലിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇഫ് യു ഗോ ഇൻ സിറ്റീസ് ഇങ്ങനത്തെ ജീവിതങ്ങൾ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും. ബട്ട് എനിവേ, സിനിമ സ്ട്രെസ് ഔട്ട് ചെയ്യുന്ന അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഫാദർ ആൻഡ് സൺ ബോണ്ടിങ്, അത് എസ്പെഷ്യലി ഇതിലൊരു ക്യാരക്ടറുണ്ട്, മൂസയും മൂസയുടെ വാപ്പയും. അടിപൊളിയായിട്ടുണ്ട് 2 പേരെ അവതരിപ്പിച്ചത്. ആൻഡ് മൂസ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, യെസ്, അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. അത് തുടക്കം മുതലുണ്ട് ആ ഒരു ഡയലോഗ്, അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കൃത്യമായിട്ട് പോർട്രേ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണേ എന്നുള്ളത്. ആ ഒരു തുടക്കം സീനിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. കൊള്ളാം. ഇവരപ്പന്മാർ തമ്മിലുണ്ടാവുന്ന റിഫ്സും, ഇവൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ ശരിയാവില്ല, അവിടെ ശരിയാവില്ല, 2 പേര് 4 പേര് സ്പ്ലിറ്റാക്കാൻ നോക്കണം, ഒന്നും നടക്കുന്നില്ല, ഒരേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് എന്താ പറയുക, നൊസ്റ്റാൾജിക് സീൻസ് ഈ ഒരു സിനിമയിലുണ്ട്. ഇഷ്ടപ്പെട്ടു. വാഴ 2 എന്ന സിനിമയിലേക്കുള്ള ഒരു ഹിൻഡ് കൊടുത്തിട്ടാണ് യെസ് ഞങ്ങൾ തിരിച്ച് വരും വാഴ 2 ആയിട്ട് എന്നുള്ളൊരു ഹിൻഡ് കൊടുത്തിട്ടാണ് പടം അവസാനിക്കുന്നത്. എന്താവോ എന്തോ, എനിക്കെന്തോ ഒരു രോമാഞ്ചം, എന്താ പറയുക, ആ ഒരു സിനിമ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, രോമാഞ്ചം 2 വിൽ ബി കമ്മിങ് ബാക്ക്. എന്താ രോമാഞ്ചം 1 വെച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നായിരുന്നു, ബട്ട് വി നെവർ നോ. ഡയറക്ടേഴ്സിൻ്റെ ടാലൻറ്റ് ഇതുകൊണ്ട് അവസാനിക്കുന്നു ഒന്നല്ലല്ലോ. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒന്നുമല്ലല്ലോ. സോ അത് ട്രൈ ചെയ്യട്ടെ. വാഴ 2 എന്നാൽ റിലീസ് ആവണം കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ഐ തിങ്ക് അറൗണ്ട് 2 വർഷമൊക്കെ എടുക്കുമായിരിക്കും. ആൻഡ് വൺ തിങ് ഐ നോട്ടഡ്, ആൻഡ് യു ഓൾസോ നോട്ടഡ്, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മുഖങ്ങളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫോൾസ് ഒന്നും പറയാനില്ല. ആൻഡ് എസ്പെഷ്യലി ഹാഷിർ, കക്ഷിക്ക് കിട്ടിയ സ്ക്രീൻ ടൈം
വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ ആ ടൈം മൊത്തം ആൾ ഡയലോഗ് അടിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ബേസിൽ ജോസഫ് പോലീസ് ക്യാരക്ടറായിട്ട് വരുമ്പോൾ അവിടെ അവനോട്ട് സംസാരിക്കുന്ന ഡയലോഗ്സും പിന്നെ ക്ലൈമാക്സ് അല്ല, പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കക്ഷി ആ പഴംപൂര ഡയലോഗ് അടിക്കുന്നതും അബ്രോഡ് പോയി സെറ്റിലാവാവുന്ന രീതിയിലുള്ള സംസാരവും മോഹവാഗ്ദാനങ്ങളൊക്കെ നൽകുന്ന അതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് സിനിമയെക്കുറിച്ച് പറയാനായിട്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആവുന്നത് കൊണ്ടും പിന്നെ കമൻസിൽ തെറിവിളി കിട്ടാനുള്ള ആഗ്രഹമില്ലായ്മ കൊണ്ടും ഞാനത് പിടിച്ച് നിർത്തുകയാണ്. ഗൈസ്, ദിസ് തിങ് ഇസ് എ വെരി മച്ച് വാച്ചബിൾ തിങ്. OTT കാണുന്നവർക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലേക്ക് ട്യൂൺ ചെയ്യാം. ഞാൻ അത് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് പ്ലീസ് ഗോ ടു യുവർ നിയർ ബൈ തിയേറ്റേഴ്സ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇതുവരെ വാങ്ങി പോയിട്ടില്ല. സോ ഗൈസ്, ഡോണ്ട് മിസ് ദിസ് മസ്റ്റ് മിസ് ഐറ്റം. കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റിവ്യൂ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത സിനിമയുമായിട്ട് വരാം ആസ് യൂഷ്വൽ. വേറെ പണിയൊന്നുമില്ലല്ലോ. സോ അതുവരയ്ക്കും തമ്പി വണക്കം.